Hi friends, Assalamu alaikum. Welcome back SHANSHABI recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീഫ് പോള റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയും സിമ്പിളും ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് ഇനേബിൾ ചെയ്ത് ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ബീഫ് പോളക്ക് അത്യാവശ്യം ബീഫ് തന്നെയാണ്. ബീഫ് വേവിച്ചെടുത്ത് എന്നിട്ട് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു, നമ്മൾ വരട്ടൊക്കെ ചെയ്യുമല്ലോ, അതിൽ നിന്ന് എടുത്ത് മാറ്റിയതാണ്. നിങ്ങളടുത്ത് ബീഫ് വേവിച്ചില്ലെങ്കിൽ കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഡ്രൈ ആയിട്ടുള്ള ബീഫ് തന്നെ എടുക്കുക. ഞാനിപ്പോൾ മിക്സിയിൽ ചെറിയ ജാർ, നമ്മൾ പൊടിക്കുന്ന ജാറില്ലേ, അതിൽ വെച്ചിട്ടാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് മിക്സർ ജാറിലിടുന്നത്, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ അയക്കിയാൽ മതി. ഞാനിപ്പോൾ നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു മസാല ഉണ്ടാക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് മസാല ഉണ്ടാക്കുന്നതാണ്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. എത്രയാണോ ഓയിൽ ആവശ്യം, ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ആവശ്യം അതെടുക്കാം. ഇനിയിപ്പോൾ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനൊന്ന് ചതച്ചെടുത്താണ്, അതൊന്ന് ചേർത്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് അതിൻ്റെ ഒരു മണം മാറുന്നത് വരെ ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ചെറിയ പച്ചമുളകാണ്, അധികം എരിവില്ലാത്തതാണ്, അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഇട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യം കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നല്ലൊരു സ്മെല്ല് വരണം. ഇഞ്ചി വെളുത്തുള്ളിക്ക് നല്ലൊരു സ്മെല്ലാണ്. ഇതെല്ലാത്തിൻ്റെ കളർ മാറി നല്ലൊരു സ്മെല്ല് വരുന്നത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ബീഫാണ്. അത് കുറച്ച് കട്ട കയറ്റില്ല ഇരിക്കണം, അപ്പോൾ ഒന്ന് പൊടിച്ച് മാറ്റണം. നമുക്കത് ഏത് തവിയുണ്ടാണോ അതൊന്ന് ഉടച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 2 വലിയ സവാള എടുത്തിരിക്കുന്നത്, അത് പൊടിയായിട്ട് അരിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അരിയാം. നമുക്ക് നന്നായിട്ട് വഴന്ന് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. നല്ല പോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത് നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർക്കാം, പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ബീഫിൽ ഉപ്പ് ചേർത്തായിരുന്നു. അപ്പോൾ ഈ സവാളക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ, കാരണം ബീഫിൽ ഓൾറെഡി ഉപ്പുണ്ട്. ബീഫിൽ ഓൾറെഡി ഉപ്പുണ്ട്, സൗണ്ട് പോയതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലപോലെ വഴണം, കാരണം ഇതുപോലെ ആയി കിട്ടണം. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തെടുക്കണം. അതൊന്ന് വഴറ്റി കൊടുക്കാം, ഒന്ന് യോജിപ്പിച്ചിട്ട്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തെടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തെടുത്താൽ മതി. ഞാൻ കുറച്ചുകൂടി സ്പൈസി ആയിക്കോട്ടെ ഇഷ്ടമാണ്, കാരണം ബീഫ് ഓൾറെഡി ഈ മസാലകളൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് സ്പൈസി ആയിക്കോട്ടെ, അപ്പോഴാണ് ഇതിൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോഴൊക്കെ ഉള്ള സ്പൈസിയിൽ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ലാസ്റ്റ് മല്ലിയില ചേർത്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. കണ്ടോ,
അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ മസാലക്ക്, പ്രത്യേകിച്ച് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിനൊരു ബാറ്റർ തയ്യാറാക്കണം. നമുക്ക് പോളയുടെ ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഈ സൈഡൊന്ന് കട്ട് ചെയ്യാനുണ്ട് ഈ ബ്രെഡിൻ്റെ. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം വയ്ക്കാൻ മതി. ഞാനിപ്പോൾ നല്ലൊരു വൈറ്റ് കളർ കിട്ടിയിട്ട് വിചാരിച്ചിട്ടാണ്. പിന്നെ 4 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ വലിയ ജാറിലേക്കാണ് ഇടുന്നത്. പൊടിക്കുന്ന ജാറിലേക്കൊന്നല്ല, നമുക്ക് ബാറ്ററെല്ലാം ഉണ്ടാക്കാനുള്ളൂ. 4 മുട്ടയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് ഞാനൊരു 7 ചെറിയ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. വലിയ ബ്രെഡാണെങ്കിൽ ഒരു 3ഓ 4ഓ മാത്രം മതി. സാൻഡ്വിച്ച് ബ്രെഡൊക്കെ അല്ലേ, അതാണെങ്കിൽ ഒരു 3 4 മതി. ചെറിയ ബ്രെഡാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ചെറുതാണെന്ന്. 4 മുട്ടക്ക് ഒരു 7ഓ 8ഓ ബ്രെഡ് മതി. അത് തിക്കായിട്ടുള്ള നമുക്ക് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിന് മുമ്പ് ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്തെടുക്കുന്നുണ്ട്. അധികം വലിയ എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ കൈ കിട്ടണം. ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്കിത് പോളയുടെ ബേസ് ഉണ്ടാക്കാം. ആദ്യം ഇതിലേക്ക് ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓയിലാണെങ്കിൽ അതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ബട്ടർ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ബട്ടറാണ് ഇതിലേക്ക് ആക്കുന്നത്. അതൊന്ന് ഉരുകുന്നത് വരെ ഒരു കഴിഞ്ഞിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം ഇതുപോലെ. നമുക്ക് പോളയുടെ ബേസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ. ഒഴിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി അതിന് അടിയിലൊരു തട്ട് വെച്ചെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, കാരണം ബ്രെഡും മുട്ടയാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു തട്ട് വെച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഴയ ഫ്രൈ പാൻ ആണെങ്കിലും പുതിയ ഫ്രൈ പാനും കുഴപ്പമൊന്നുമില്ല, പഴയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊന്ന് വെച്ചെടുത്താൽ മതി. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല അല്ലേ, അത് ആദ്യം കുറച്ച് കുറച്ചായി ചേർത്തെടുക്കുക. കാരണം നമ്മുടെ ബേസിൻ്റെ അളവനുസരിച്ച് നമ്മൾ പാനിൻ്റെയും ഒഴിച്ച ബാറ്ററിൻ്റെയും അളവനുസരിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് നമ്മളെ മസാല ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഒരു സ്പേസ് ഉണ്ടാകുമല്ലോ, പിന്നെയും നമുക്ക് ബാക്കിയുള്ള മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി സ്പേസ് ഉണ്ട്. നമ്മൾ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുമ്പോൾ കുറച്ചുകൂടി സ്പേസ്. പിന്നെ കൂടുതൽ മസാല കഴിക്കുമ്പോഴാണ് ഈ പോളക്ക് ടേസ്റ്റ് ഉണ്ടാകുക. കുറച്ച് മസാല ആണെങ്കിൽ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ബ്രെഡിൻ്റെ ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇതാണെങ്കിൽ വെറും ബീഫും പിന്നെ അതിൻ്റെ ബേസ് എന്താ നമുക്ക് മനസ്സിലാവുന്നതല്ല. പിന്നെ അതിലേക്ക് ഡെക്കറേഷൻ ആവശ്യമായിട്ട് ഞാൻ ഒരു തക്കാളി റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എങ്ങനെയൊന്ന് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രമേ ഉള്ളൂ. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. 15 മിനിറ്റ് ആയിട്ട് നമുക്ക് പാനൊന്നിങ്ങനെ കാണിച്ചു തരാം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനൊന്ന് എടുത്ത് വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കാട്ടി നോക്കിയാൽ നമ്മുടെ ബേസ് ഇങ്ങനെ അളകുന്നുണ്ടെങ്കിൽ നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അളകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, ഇതിൻ്റെ മേൽഭാഗം നമുക്ക് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം മേൽഭാഗം ഫുള്ള് വേവിച്ച് വന്നിട്ടുണ്ടാകും. നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിരുന്നു. പിന്നെ ബേസായിട്ട് നമ്മൾ നേരത്തെ ബ്രെഡ് പോളൊക്കെ ഉണ്ടാക്കിയതൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം മേൽഭാഗം മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കണ്ടോ, ബീഫായിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടാണ്. ബേസിന് ചെറിയൊരു ഗ്യാപ്പാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.